നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് തോട്ടക്കാട് ആനത്തറവാട്ടിലേക്കാണ്. തോട്ടക്കാട് കുഞ്ഞുലക്ഷ്മി, തോട്ടക്കാട് വിനായകനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉള്ളത് വിനായകൻ മാത്രമാണ്. വിനായകനെ നീരിലേക്ക് വേണ്ടിയിട്ടൊക്കെ കെട്ടി ഉറപ്പിച്ചേക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഒരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതന്നെ ഇത് കളഞ്ഞേ. ഇങ്ങനെ വെറുതെ ഓരോന്ന് ഒളിച്ചിരിക്കും. വിനായകൻ കൂടുതലും കോട്ടയത്തെക്കാട്ടിലും കൂടുതൽ വടക്കോട്ടൊക്കെ തൃശ്ശൂർ, പാലക്കാട് ഏരിയയിലൊക്കെയാണ് കൂടുതലും ആന പരിപാടിക്ക് കൂടുതലും പോകുന്നത്. ബുക്കിംഗ് എല്ലാം കൂടുതലുള്ളത്, പരിപാടികളെല്ലാം ഉള്ളത് അങ്ങോട്ടാണ്, വടക്കോട്ട് സൈഡിലോട്ടൊക്കെയാണ്. നീരിക്കെട്ടുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ വിനായകനെ കാണാൻ കിട്ടുന്നത്. അഴിച്ച ഉടനെ നേരെ പിന്നെ ആന വടക്കോട്ടൊക്കെയാണ് ആന പ്രോഗ്രാം എല്ലാം കൂടുതലുള്ളത്. വിനായകൻ ഇവിടെ പേരെന്നായിരുന്നു? അമൽ. നമ്മുടെ വിനായകൻ്റെ 3-ാം പാപ്പനാണ് അമൽ. ആണോ വിനായക? അങ്ങനെ അറിയത്തില്ല, പരിചയമില്ല. ഞാനിപ്പോഴും തൃശ്ശൂർ പാലക്കാട് ആ റൂട്ടൊക്കെ നമ്മൾ പണ്ട് വന്ന് കണ്ടതല്ലേ, ഇപ്പൊ കുറേ ആയില്ല ഞാനെ കണ്ടിട്ട്. അങ്ങനെ വിനായകനങ്ങനെ മതപ്പാടിൽ കെട്ടാനുള്ള ഒലിച്ചു തുടങ്ങിയിട്ടില്ല ആനയ്ക്ക്. പരിപാടികളെല്ലാം ഈ സീസണിൽ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് ആനയിപ്പോൾ നീരുകാലത്തിലോട്ടുള്ളൊരു ടൈമിലാണ്. അടുത്ത പട്ടക്കല്ലേ അത് തീർത്തിട്ട്. ആ ഇതിപ്പോ ഇറക്കിയുള്ളല്ലേ? ഓ, പട്ടയൊക്കെ നമ്മൾ പോയി വെട്ടിക്കൊണ്ട് വരുവാണ് അതോ വെട്ടല്ലേ? അയ്യോ, പന കയറി. അയ്യോ, കാണുമ്പോ നമുക്ക് പേടിയാ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ കൊച്ചു പിള്ളേരല്ലേ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ഇവിടെ ചോര വന്നിട്ട് ഒന്നുകൂടി വേറെ ചെയ്തു. വൈകിട്ടാണെങ്കിൽ ചൂട് കൊടുക്കാണ്ട് വെള്ളം കൊടുക്കാതെ മറ്റേ 2 ദിവസത്തിനകം ഒലിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. മോനെ വേദനയൊന്നും ഗുരുവായൂരപ്പനല്ലേ ഉള്ളേ. ഗുരുവായൂരപ്പാശം മോന് വേദനയൊന്നും എടുക്കത്തില്ല കേട്ടോ. വിനായകന്റെ സാരഥിയുടെ കയ്യിലെ ടാറ്റു കണ്ടോ? അടിപൊളി. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നിട്ടോടത്തന്നെ മെല്ലെ 2 എടുത്തിട്ട് നമ്മള് മാറി അങ്ങോട്ട് കൊണ്ടിടും രാത്രി. അടുത്ത ആരെങ്കിലും വരുമ്പോ ഒന്നുകൂടി ചോദിക്കും, അപ്പൊ ഇട്ടുകൊടുക്കും. കുറച്ച് അപ്പുറത്ത് കൂടിയിട്ടുണ്ടാവും. കുറച്ചൊരു ചോറ് കൊടുക്കാൻ. ചോറ് കൊടുക്കാറായാലും എന്നാലും ചോറ് എല്ലാരും ഒത്തിരി വേണല്ലേ. നമ്മള് നിക്കുമ്പോ പിന്നെ പട്ടക്കെടുത്ത് കൊടുത്തോണ്ടേ ഇരിക്കണ്ടേ അല്ലേ? മാറിക്കാം.
ഭ്രാന്ത് കഴിഞ്ഞാലേ ആ ഇത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയാൽ മിണ്ടാണ്ട് വെറുതെ അങ്ങ് ഇല്ല തിന്നത് ആണോ അതങ്ങോട്ട് ഇങ്ങനെ ഒളിപ്പിച്ചേക്കും എന്നിട്ട് രാത്രി തിന്നു അതിനല്ലേ ആഹാ. ഇട്ടപ്പാ എന്നെ അറിയത്തില്ല. ഇത് നമ്മള് വേറെ ഇങ്ങനെ കിട്ടരുത് വെറുതെ തിന്നാൻ കൊടുക്കാനുള്ള സ്നേഹത്തില് 7 പ്രാവശ്യം നമ്മള് ഇവിടെ നിന്ന് നിർത്തിയിടാനാ. ചാനൽ പറഞ്ഞു. നമ്മുടെ വിനായകൻ്റെ ഓണർ ബാബുങ്ങളുമായിട്ടുള്ള നമ്മളിപ്പോൾ സംസാരിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ചെടികളും കാര്യങ്ങളുമൊക്കെ, പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളും കുറേ നാൾ കൂടി ഇപ്പോൾ കണ്ടതിൻ്റെയൊക്കെ വിശേഷങ്ങളെല്ലാം ഒന്ന് പങ്കുവെച്ച് വിനായകൻ്റെ കാര്യങ്ങളും ബാക്കി നമ്മുടെ കേരളത്തിലെ ബാക്കി ആനകളുടെ നമ്മളിങ്ങനെ സാധാരണ രീതിയിലുള്ള സംഭാഷണങ്ങളും എല്ലാമാണ്. പുള്ളിക്ക് ഇങ്ങനെ പറയുമല്ലോ താല്പര്യമില്ല. പുള്ളിക്ക് ഇപ്പോഴാകുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ ഒരു മണിക്കാരൊക്കെ പണിയാൻ പിന്നെ നമ്മൾ നിൽക്കണം. അല്ല അത് കുഴപ്പമില്ല. ഇതിപ്പോൾ ഇവിടെ വാച്ചനുമായിട്ട് സംസാരിച്ച് അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചാൽ ബോർഡിനടുത്ത് വരെ നിൽക്കാം. അങ്ങനെ സെബിനോടെ ഉണ്ടോ? പൊൻകുന്നത്തിന് തൊട്ടപ്പുറം കൊക്കത്തൊക്കെ വെക്കുന്നിട്ട് വലതുവശം അപ്പോൾ ചെറിയ വലതുവശം താഴ്ച അവിടെ ആ താഴ്ച 400 തടിപിടിക്കുന്ന ചുറ്റുപാടുണ്ട്. അവിടെ ആ ഏരിയയിലൊക്കെ കൂടുതലും വലിയ മരങ്ങളും പണിയും വലിയ തടി അതെ. അതിൻ്റെ കയ്യിൽ മുമ്പ് വീട്ടിൽ കളയുക. പിന്നെ എപ്പോഴും കൊണ്ട് വലിയ തടി ഉണ്ട്. അവർക്ക് ഒരു ആവശ്യവും പൈസയ്ക്ക്. ഭയങ്കര മരങ്ങൾ നിൽപ്പുണ്ട്. നടുവ് സുധര വീട്ടിൽ എത്ര തേക്ക് നിൽപ്പുണ്ട് തടികളുണ്ടോ? പട്ടക്കാട് വിനായകൻ്റെ ലോറി. വിനായകൻ്റെ ഓരോ കുസൃതികളും കാര്യങ്ങളുമൊക്കെ. രാവിലെ എടുക്കാളാ.
മോനെ കുഞ്ഞാളെ മോനെ പറയാം. ഇത് കുഞ്ഞിനെ മോനെ ഞങ്ങൾ ഓർത്തില്ല ഇത്ര ഡിഗ്രിയൊക്കെ പാസ്സാകാൻ. അത് ഓൺലൈനായിട്ട് പഠിക്കും. അങ്ങനെയല്ല, നമ്മൾ ഓൺലൈനായിട്ട് എല്ലാവരും പഠിക്കാം. ഏറ്റവും എളുപ്പമുള്ളൊരു വിഷയം വലിയ മലയാളം എടുക്കും. ഞാൻ ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ അത് എടുക്കാം. ഞാൻ പഠിക്കില്ല നേരെ പേപ്പർ ഇപ്പൊ കഴിച്ചറിഞ്ഞല്ലോ ഒരു പട്ടെടുത്തിട്ടാണ്